ഖൈബറിൽ ജൂത പെണ്ണ് വിഷം കൊടുത്ത്. ജൂത നേതാക്കളാണ് റസൂലുള്ളാഹിക്ക് വിഷം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പെണ്ണിനെ വേഷം കെട്ടി വിട്ടത്. അവരുടെ തലയാണത്. സലാം ബിൻ മുഷ്കം എന്ന് പറയുന്ന യഹൂദൻ്റെ ഭാര്യ സൈനബ് ബിന്തുൽ ഹാരിസ് എന്ന പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ, സഹാബത്തിന് നേരെ വന്നിട്ട് അവൾ ചെയ്ത ആ ഹീനത്തൊന്ന് നോക്കി നിങ്ങൾ. സഹാബത്തിനോട് വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു അമുസ്ലിമിൻ്റെ ഹദിയ സമ്മാനം മുഹമ്മദ് സ്വീകരിക്കുക? അപ്പോൾ റസൂലുള്ളാഹിനെ കുറിച്ച് സഹാബികൾ പറഞ്ഞ് സ്വീകരിക്കും. ആരുടെ സമ്മാനവും റസൂലുള്ളാഹി സ്വീകരിക്കും. ഒരാടിനെ അറുത്താൽ ഏത് മാംസമാണ് മുഹമ്മദിന് ഏറെ ഇഷ്ടം? അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടം കാലത്തോടെയാണ്. സഹാബികൾ അതും പറഞ്ഞു കൊടുത്തു. ഈ പെണ്ണിൻ്റെ തലച്ചോറ് ചളി കെട്ടിയ തലച്ചോറാ. അവൾ എന്തിനാ ഇത് ചോദിക്കണം? റസൂലുള്ളാഹിക്ക് ഒരു സമ്മാനം കൊടുക്കാനല്ല, പിന്നെയോ റസൂലുള്ളാഹിനെ അപായപ്പെടുത്തി കൊല്ലാനാണ്. അവൾക്കൊരു ആടിനെ അറുത്ത് മാംസം പാകം ചെയ്ത് അതിൽ വിഷം വെച്ച് റസൂലുള്ളാഹിനെ അത് തീറ്റി വധിക്കണം. അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ളതായിരിക്കുമല്ലോ റസൂലുള്ളാഹി ആദ്യം വായിലിടുക. അവിടെ കൂടുതൽ വിഷം വെക്കണം. അങ്ങനെ അവൾ മാംസം തയ്യാറാക്കി കാൽത്തുടയിൽ കൂടുതൽ വിഷം വെച്ച് സമ്മാനം കൊണ്ടുവന്ന് കൊടുക്കണം. ജൂതപ്പെണ്ണ് ബിശ്ർ ബിൻ ബറ ആ മാംസം തിന്ന് മരിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മാംസം വായിലിട്ട് റസൂലുള്ളാഹിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതിൽ വിഷമുണ്ട്. റസൂലുള്ളാഹി തുപ്പി. പക്ഷേ ആ വിഷം റസൂലുള്ളാഹിക്ക് മുറിവ് തീർത്തു, ദീനം സമ്മാനിച്ചു. നിലക്കാത്ത തലവേദന, ചുട്ടുപൊള്ളുന്ന പനി, ഇതാണ് റസൂലുള്ളാഹിക്ക് ആ പെണ്ണ് സമ്മാനിച്ചത്. അവളെ പിടികൂടി. എന്നിട്ട് ചോദിക്കണം, നീ എന്തിനാണ് ഇത് ചെയ്തത്? അത് നീ വ്യാജനാണോ ഒറിജിനലാണോ എന്ന് അറിയാനാണ്. വ്യാജനാണെങ്കിൽ ഇതോടുകൂടി തീരും, ഒറിജിനലാണെങ്കിൽ ഇനിയും നിലനിൽക്കും. കാരണം നുബുവത്ത് പൂർത്തീകരിക്കപ്പെടല്ലോ, റിസാലത്ത് എത്തിക്കഴിയണം. ജൂത നേതാക്കളെല്ലാം നിന്നെക്കൊണ്ട് ഇത് ചെയ്ത് പറഞ്ഞപ്പോൾ അത് സമ്മതിക്കാൻ ഈ പെണ്ണ്. എന്താ ആ പെണ്ണിനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ വെറുതെ വിടുകയാണ് ചെയ്തത്. ലോക ചരിത്രത്തിൽ മറ്റൊരു മാതൃക ഇതേപോലെ സഹനശീലത്തിൽ, അവധാനതയിൽ മറ്റൊന്ന് കാണാൻ നമുക്ക് സാധ്യമല്ല. അത്രമാത്രം ആരംഭ റസൂൽ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ മാതൃകയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം.